Assalamu alaikum. Good morning, my dear students. Welcome back to our English class. Okay. Then today we can continue our essay Dangers of Drug Abuse. Take page number 121. ഇപ്പോൾ നമ്മൾ ഇത്രയും കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഡ്രഗ് അബ്യൂസിൻ്റെ ദോഷങ്ങളായിരുന്നു അല്ലേ. ഇപ്പോൾ സെൻഷ്യൽ ഡ്രഗ് അബ്യൂസ് ഉപയോഗിക്കുമ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്, എന്താണ് നമ്മുടെ ബ്രെയിനിന് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അൾട്ടിമേറ്റ്ലി the sensory deprivation of the drug addict manifests itself in a general feeling of physical discomfort and in a personality changes. Then sensory deprivation of the drug addict. ഇനി ഡ്രഗ് അഡിക്റ്റ്, ഡ്രഗിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുടെ സെൻസറി ഡിപ്രീവിയേഷൻസ് എന്താവും? മാനിഫെസ്റ്റ്സ് ഇറ്റ് സെൽഫ് ഇൻ എ ജനറൽ ഫീലിംഗ് ഓഫ് ഫിസിക്കൽ ഡിസ്കംഫർട്ട്. അവർക്ക് ജനറലായിട്ട് പിന്നെ ഇങ്ങനെ തോന്നാൻ തുടങ്ങും, എന്ത്, ഞാൻ ഫിസിക്കലി ഡിസ്കംഫേർട്ടാണ്, ഞാൻ ഫിസിക്കലി കംഫേർട്ടല്ല, ആരോഗ്യപരമായിട്ട് ഞാൻ സുരക്ഷിതരല്ല എന്നുള്ളത് അയാൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും ആ വ്യക്തിക്ക്. ആൻഡ് ഇൻ പേഴ്സണാലിറ്റി ചേഞ്ചസ്, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അയാളുടെ പേഴ്സണാലിറ്റിയിൽ, അതായത് വ്യക്തിത്വത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങും? കാണാൻ തുടങ്ങും. അയാളിൽ ഒരുപാട് ചേഞ്ചസ് കാണാൻ തുടങ്ങും. ഓക്കെ, then the addict feels depressed and fails to respond either to his environment or to other people. പിന്നെ സംഭവിക്കുന്നത് എന്താണ്? ദ അഡിക്റ്റ്, ഇതിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾ ഫീൽസ് ഡിപ്രസ്ഡ്, ടെൻസ്ഡ് ആയും, ഡിപ്രഷൻ വരും അവർക്ക്. ആൾക്ക് ഡിപ്രഷൻ ആയിരിക്കും എപ്പോഴും, അതായത് ഒന്നിലും സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താൻ ആവാതെ ആകെ മൊത്തം എന്തായി മാറും? ശോകമുഖമായി മാറുന്ന ഒരു ഡിപ്രഷനിലേക്ക് മാറും. പിന്നെയോ ആൻഡ് ഫെയിൽസ് ടു റെസ്പോണ്ട് ഐദർ ടു ഹിസ് എൻവിറോൺമെൻറ്റ്, ആൻഡ് ഫെയിൽ പരാജയപ്പെടും, ടു റെസ്പോണ്ട് പ്രതികരിക്കാൻ, ഐദർ ടു ഹിസ് എൻവിറോൺമെൻറ്റ് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിനോട് തന്നെ, ആ വ്യക്തിയുടെ ചുറ്റുപാടിലുള്ള കാര്യങ്ങളോട് തന്നെ പ്രതികരിക്കുന്നതിൽ, റെസ്പോണ്ട് ചെയ്യുന്നതിൽ അയാൾ പരാജയപ്പെടും. പിന്നെയോ ടു അതർ പീപ്പിൾ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് റെസ്പോണ്ട് ചെയ്യുന്ന കാര്യത്തിലും അയാൾ എന്ത് ചെയ്യാൻ പെടും? പരാജയപ്പെടും. അയാൾക്ക് ഒരിക്കലും കറക്റ്റ് രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. The addict feels depressed and fails to respond either to his environment or to other people. His mental disturbance can be quite similar to paranoia. His mental disturbance, അദ്ദേഹത്തിൻ്റെ മെൻ്റൽ ഡിസ്റ്റർബൻസ്, മാനസികമായിട്ടുള്ള ഡിസ്റ്റർബൻസ്, ക്യാൻ ബി ക്വൈറ്റ് സിമിലർ, അത് ഏതിനോട് തുല്യമായി മാറും? ടു പാരനോയ. പാരനോയ എന്ന് പറഞ്ഞാൽ ഒരു ഡിസീസാണ്. അപ്പോൾ അതിനോട് ഈക്വലായിട്ട് എന്ത് ചെയ്യും? അയാളുടെ മെൻ്റൽ ഡിസ്റ്റർബൻസ് ക്യാൻ ബി ക്വൈറ്റ് സിമിലർ ടു പാരനോയ. പാരനോയ മീൻസ് ഇൻസാനിറ്റി വിച്ച് ലേഡ്സ് എ പേഴ്സൺ ടു ഡെവലപ്പ് ഇല്യൂഷൻസ്. ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു തരം ഭ്രാന്താണ്. വിച്ച് ലീഡ്സ് എ പേഴ്സൺ, അത് ആ വ്യക്തിയെ ടു ഡെവലപ്പ് ഇല്യൂഷനിലേക്ക്, മായിക ലോകത്തിലേക്ക് എന്ത് ചെയ്യും? നയിക്കും. അദ്ദേഹത്തെ എന്ത് ചെയ്യും? ഇല്യൂഷനിലേക്ക് കൊണ്ടുപോവാണ് ഏത് ചെയ്യുക? ഈ മെൻ്റൽ ഡിസ്റ്റർബൻസ്. അത് ഈ ഒരു പാരനോയ എന്ന് പറയുന്ന ആ ഒരു ഡിസീസ്, ആ ഡിസീസാണ് ഇൻസാനിറ്റി വിച്ച് ലീഡ്സ് എ പേഴ്സൺ ടു ഡെവലപ്പ് ഇല്യൂഷൻസ്. ഓക്കെ, ആ ഒരു കണ്ടീഷനിൽ ഈക്വലായിട്ട് മാറും. then he cannot discern the source of his problem and looks for the cause in everything but himself. He cannot discern the source of his problem. അയാൾക്ക് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ കഴിയില്ല. ആൻഡ് ലുക്സ് ഫോർ ദ കോസ് ഓഫ് ഇൻ എവറിത്തിങ്, അതുപോലെ എല്ലാത്തിലും എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് കണ്ടെത്താൻ അയാൾക്ക് കഴിയില്ല. ബട്ട് ഹിംസെൽഫ്, എനിത്തിങ് എക്സ്റ്റേണൽ ഈസ് സസ്പെക്റ്റ്, എല്ലാം എന്താണ്? ഒരു സംശയത്തിൻ്റെ രീതിയിലായിരിക്കും അയാൾക്ക് ഫീൽ ചെയ്യുക. ഹീ ഡ്രോസ് ഫർദർ ആൻഡ് ഫർദർ ഇൻ ടു ഹിംസെൽഫ്, അയാൾ സ്വയം എന്ത് ചെയ്യാം? എന്തെങ്കിലും ഡ്രോസ് പിന്നെയും ഇങ്ങനെ കുത്തി കുറിച്ചുകൊണ്ട് ഇരിക്കുക. അല്ലെങ്കിൽ എന്താണ്? എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും എന്തായിരിക്കും? ഒരു സംശയം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വെറുതെ വരച്ചിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തി കുറിക്കുക, ഇങ്ങനെയുള്ള രീതിയിൽ അയാൾ മാറും. ദ അഡിക്റ്റ് ഓഫൻ ഫീൽസ് പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് ഹിം സ്ട്രേഞ്ച്ലി. ദ അഡിക്റ്റ്, അതുപോലെ ഈ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്ക് എപ്പോഴും തോന്നും ആളുകൾ തന്നെ
വളരെ സ്ട്രേഞ്ചായിട്ട് ഒരു അപരിചിതനെ പോലെയാണ് തന്നെ കാണുന്നതെന്ന് ഇവർക്ക് ഇങ്ങനെ തോന്നുകയാണ്. അവർക്കതിങ്ങനെ അവരുടെ മൈൻഡിൽ ഇങ്ങനെ വരും. Then one told me he wasn't sure when people smiled at him that they were not really laughing. ഇനി ഇങ്ങനെയുള്ളതിൽ ഇങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വൺ ടോൾഡ് മീ ഒരാൾ എന്നോട് പറഞ്ഞത് എന്താണ്, ഹി വാസ് നോട്ട് ഷുവർ, അയാൾക്ക് ഒരിക്കലും ഉറപ്പില്ല, വെൻ പീപ്പിൾ സ്മൈൽഡ് അറ്റ് ഹിം, ആളുകൾ അദ്ദേഹത്തെ നോക്കി ചിരിക്കുമ്പോൾ അയാൾക്ക് ഉറപ്പിക്കാൻ കഴിയില്ല, ദേ ആർ നോട്ട് റിയലി ലാഫിങ്, അവർ നോട്ട് റിയലി ലാഫിങ്, അവർ ചിരിക്കുകയാണ് എന്നുള്ളത് കാര്യം അയാൾക്ക് യഥാർത്ഥത്തിൽ അവർ ചിരിക്കന്നെയാണ് എന്നുള്ളത് ഉറപ്പിക്കാൻ ആർക്ക് കഴിയുന്നില്ല, ആ വ്യക്തിക്ക് കഴിയുന്നില്ല എന്നാണ് ഒരു അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ തന്നോട് പറഞ്ഞത്. ദ അഡിക്റ്റ് ക്യാൻ ഈവൻ ലോസ് ഈ സെൻസ് ഓഫ് ബീയിങ് അലൈവ്. ഇനി ഇങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിക്കാനുള്ള ആ ഒരു സെൻസ് പോലും നഷ്ടപ്പെടും. ഹീ ഫീൽസ് ഡെഡ് ഇൻസൈഡ്. കാരണം എന്താണ്, അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവരെന്താണ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, ഡെഡ് ഇൻസൈഡ്. He feels dead inside. Then one rehabilitated heroin addict described his sensory deprivation to me. ഇനി ഒരു വൺ റീഹാബിലിറ്റേറ്റഡ് ഹീറോയിൻ അഡിക്റ്റ്. റീഹാബിലിറ്റേറ്റഡ് പറഞ്ഞാൽ ഈ അഡിക്ഷനിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സെൻറ്ററാണ് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അയാൾ എന്തായിരുന്നു, ഹീറോയിൻ അഡിക്റ്റ് ആയിരുന്നു. ഹീറോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മയക്കുമരുന്നാണ്, ഒരു ഡ്രഗാണ്. അതിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അയാൾ ഡിസ്ക്രൈബ്ഡ്, അയാൾ വിവരിച്ചു ഹി സെൻസറി ഡിപ്രീവിയേഷൻ ടു മീ. അദ്ദേഹം എന്നോട് വിവരിച്ചത് എന്താണ്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം വിവരിച്ചത് ഇങ്ങനെയായിരുന്നു. ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോയിൻ്റെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹി സെഡ്, അയാൾ പറഞ്ഞു, ദ സൺ ഈസ് ഷൈനിങ്. പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് തോന്നുന്നത് എന്താണ്, സൺ ഈസ് ഷൈനിങ്, സൂര്യൻ തിളങ്ങുന്നു. ദ ഫ്ലവേഴ്സ് ആർ ഇൻ ബ്ലൂം, പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നു. ഐ നോ ദീസ് ആർ സൈൻസ് ഓഫ് ഗുഡ് ഡേ, എനിക്കറിയാം ഇതൊക്കെ ഈ ഒരു നല്ല ദിവസത്തിൻ്റെ അടയാളമാണ് എന്ന്. സൂര്യൻ ചിരിക്കുന്നത്, പൂക്കൾ വിടർന്നു നിൽക്കുന്നതെന്ന് പറയുന്നതൊക്കെ ഒരു നല്ല ദിവസത്തിൻ്റെ, ഒരു നല്ല പ്രഭാതത്തിൻ്റെ തുടക്കമാണെന്ന്, അല്ല ആ സൈനാണ്, അടയാളമാണ്, സിമ്പലാണെന്ന് എനിക്ക് അറിയാം. ബട്ട് പ്രസ്സിങ് ഹിസ് ചെസ്റ്റ്, അദ്ദേഹം പറയാണ്, പ്രസ്സിങ് ഹിസ് ചെസ്റ്റ്, നെഞ്ചിൽ അമർത്തിക്കൊണ്ട്, ഐ ഡോണ്ട് ഫീൽ ഇറ്റ് ഇൻ ഹിയർ. പക്ഷേ ആ ഒരു ഫീലിംഗ് എനിക്ക് എൻ്റെ മനസ്സിൽ, ചെസ്റ്റിൽ തോന്നുന്നില്ല എന്ന് ആര് പറയുന്നു, ഈ റീഹാബിലിറ്റഡ് ഹീറോയിൻ അഡിക്റ്റ് ആയിട്ടുള്ള ആൾ പറയുകയാണ്. ഓക്കെ, അപ്പോൾ പുറത്ത് കാണുമ്പോൾ സൂര്യൻ നല്ല ഷൈനിങ് ആണ്, പൂക്കളൊക്കെ വിടർന്നിട്ടുണ്ട്, അത് എന്തിൻ്റെ സിമ്പിളാണ്, നല്ലൊരു ദിവസത്തിൻ്റെ സിമ്പിളാണ്. പക്ഷേ നമുക്കിത് കാണുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, നല്ല തിളങ്ങുന്ന സൂര്യനും പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്ന ആ ഒരു ആഹ്ലാദം അതാർക്ക് കിട്ടുന്നില്ല, നമ്മുടെ ഈ വ്യക്തിക്ക് കിട്ടുന്നില്ല എന്ന് അയാൾ പറയുന്നു. Then I have seen addicts habitually press their fingers deep into their arms or legs as if to reassure themselves of their own reality. പലപ്പോഴും ഞാൻ ഇത്തരം ആളുകളെ ശ്രദ്ധിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. എന്താണ് കണ്ടിട്ടത്, their fingers deep into their arms, അവരെ തന്നെ എന്ത് ചെയ്യുക, അവരുടെ കൈകൾ ഉപയോഗിച്ച് അവരെ തന്നെ ഒന്നുകിൽ നുള്ളുന്നത് അല്ലെങ്കിൽ വലിക്കുന്നത്, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം റിയാലിറ്റി, യാഥാർത്ഥ്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു സ്വയം അവരിൽ തന്നെ നുള്ളുന്നത് അല്ലെങ്കിൽ പിച്ചുന്നത് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ തന്നെ പിടിച്ച് വലിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്ന് നമ്മുടെ എഴുത്തുകാരൻ പറയുന്നു. ദിസ് ക്രാവിംഗ് ഫോർ ലോസ്റ്റ് സെൻസേഷൻസ് എക്സ്പ്ലെയിൻ ഇൻ പാർട്ട് ദ അഡിക്ട്സ് നീഡ് ടു കണ്ടിന്യൂ ടു സീക്ക് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സെൻസേഷൻസ്. അപ്പോൾ ഇത്തരം ആളുകളുടെ സെൻസേഷൻ എക്സ്പ്ലെയിൻസ്, ഇതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അഡിക്ട്സ് നീഡ് ടു കണ്ടിന്യൂ ടു സീക്ക് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സെൻസേഷൻ. അപ്പോൾ അഡിക്ട്സ് നീഡ്, ഇത്തരം ആളുകൾ അഡിക്റ്റ് ആവശ്യപ്പെട്ടു നീഡ് ടു കണ്ടിന്യൂ ടു സീക്ക് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സെൻസേഷൻ. അപ്പോൾ ഇത്തരം ഇങ്ങനെയുള്ള ആളുകൾ എന്താണ്, ഇതിൽ നിന്ന് മോചിതരാവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരതിലേക്ക് കൂടുതൽ എന്തായി മാറുന്നു, അഡിക്റ്റായിട്ട് മാറാനും കണ്ടിന്യൂ ആയിട്ട് അതിലേക്ക് പോകാനും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അഡിക്ട്സിൽ നിന്ന് അവരെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്
ഇത്രയും ഈ ഒരു പാരഗ്രാഫിലൂടെ നമ്മുടെ എഴുത്തുകാരൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എസെൻഷ്യൽ ഡ്രഗ്സിൻ്റെ ഡീഫോൾട്ട് പഠിച്ചു. അതുപോലെ ഇങ്ങനെ എസെൻഷ്യൽ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ പഠിച്ചു. പിന്നെ ഇതിൻ്റെ ഈ അഡിക്ട്സിന് എന്തൊക്കെയാണ് അവരിൽ സംഭവിക്കുന്നതിൽ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ചേഞ്ചസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. ഇഫ് ഡ്രഗ്സ് ഓഫേർഡ് എ സേഫ് ഫോം ഓഫ് പ്ലഷർ. ഓക്കെ, ഇഫ് ഡ്രഗ്സ് ഓഫേർഡ്, ഇനി ഡ്രഗ്സ് നമുക്ക് ഓഫർ ചെയ്യുകയാണെങ്കിൽ എ സേഫ് ഫോം ഓഫ് എ പ്ലഷർ, സന്തോഷത്തിൻ്റെ പ്ലഷറിൻ്റെ ഒരു സേഫ്, സുരക്ഷിതമായിട്ടുള്ള ഒരു രീതി നമുക്ക് ഓഫർ ചെയ്യുകയാണെങ്കിൽ there might be few objections to using them, അവിടെ ചില ഒബ്ജെക്ഷൻസ് ഉണ്ടായിരിക്കും, അത് യൂസ് ചെയ്യുന്നതിൽ ചില ഒബ്ജെക്ഷൻസ് ഉണ്ടായിരിക്കും. However, the claims that they are safe must be recognized as fake in the face of the non-consequence of continued drug use. However, എന്നിരുന്നാലും അങ്ങനെയാണെങ്കിൽ പോലും the claims that they are safe, അവർ സേഫ് ആണെന്ന് തിരിച്ചറിയാം, മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ്, തിരിച്ചറിയണം, ആസ് ഫേക്ക് ഇൻ ദ ഫേസ് ഓഫ് ദ നോൺ കോൺസിക്വൻസ് ഓഫ് കണ്ടിന്യൂഡ് ഡ്രഗ് യൂസ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്നതിൻ്റെ കോൺസിക്വൻസസ് എന്ത് ചെയ്യണം, അവർ തിരിച്ചറിയണം. റിയൽ ഡേഞ്ചേഴ്സ് എക്സിസ്റ്റ്, യഥാർത്ഥത്തിൽ അപകടം ഇരിക്കുന്നത് എവിടെയാണ്? ആൾദോ ദ ഡ്രഗ് യൂസർ ഓഫൺ അസ്യൂംസ് ദേ ഡു നോട്ട്, because the harmful side effects are not immediately apparent. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും അവിടെ എന്തുണ്ട്, ഡേഞ്ചേഴ്സ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. although the drug user often assumes they do not, അവർ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾ അസ്യൂം ചെയ്യുന്നില്ലെങ്കിൽ പോലും, ബിക്കോസ് ദ ഹാംഫുൾ സൈഡ് എഫക്ട്സ്, പക്ഷേ അതിന് ഹാംഫുൾ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് നോട്ട് ഇമ്മീഡിയറ്റ്ലി അപ്പാരൻറ്റ്, പെട്ടെന്ന് പ്രത്യക്ഷപ്പെടില്ല. ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പാരൻറ്റ് കാണാൻ കഴിയില്ല. പോസിബിൾ റിസൾട്ട്സ് റേഞ്ച് ഫ്രം ഇൻസിഡൻ്റൽ ഡിലീരിയസ് എഫക്ട്സ് ടു ഡെത്ത് ഫ്രം ഓവർഡോസ്. ഇനി സാധ്യമായിട്ടുള്ള റിസൾട്ടുകളുടെ റേഞ്ച് ഇൻസിഡൻ്റൽ ഡെലീരിയസ് എഫക്റ്റ്, സീരിയസ് ആയിട്ടുള്ള എഫക്റ്റ് ടു ഡെത്ത് ഫ്രം ഓവർഡോസ്, ഓവർഡോസ് മൂലം എന്ത് ചെയ്യും, ഡെത്തിന് വരെ കാരണമാകും. ദ ഡേഞ്ചേഴ്സ് ദാറ്റ് ലൈ ബിറ്റ്വീൻ ദ എക്സ്ട്രീംസ് ആർ ദ ഡീജനറേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ദ ഡിപ്ലീഷൻ ഓഫ് ബ്രെയിൻ ഫങ്ഷൻസ്. പിന്നെയോ ദ ഡേഞ്ചേഴ്സ് ദാറ്റ് ലൈസ് ബിറ്റ്വീൻ, ഇനി ഇതിൻ്റെ അപകടം കിടക്കുന്നത് എവിടെയാണ്? ദ എക്സ്ട്രീംസ് ആർ ദ ഡീജനറേഷൻ ഓഫ് ഹെൽത്ത്, ഹെൽത്തിൻ്റെ ഡീജനറേഷൻ എക്സ്ട്രീമായിട്ട്, അത്രയും സിവിയറായിട്ട്, ആൻഡ് ദ ഡിപ്ലീഷൻ ഓഫ് ബ്രെയിൻ ഫങ്ഷൻ. പിന്നെയോ ബ്രെയിൻ ഫങ്ഷൻ്റെ അതിനെ എന്ത് ചെയ്യും, വളരെ സാരമായിട്ട് തന്നെ ബാധിക്കുകയും ചെയ്യും. ഡ്രഗ്സ് ആഫ്റ്റർ ഓൾ ആക്ട് ഡയറക്റ്റ്ലി ഓൺ ദ ബ്രെയിൻ ആൻഡ് കോസ് മെൻ്റലി മെക്കാനിസം ഓഫ് റെസ്പോണ്ട് അബ്നോർമലി. ഇനി ഡ്രഗ്സ് എന്താ ചെയ്യുന്നത്? ആക്ട് ഡയറക്റ്റ്ലി ഓൺ ദ ബ്രെയിൻ, ബ്രെയിനിലാണ് ഡയറക്റ്റ് ആയിട്ട് പോയി എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ആൻഡ് എന്നിട്ട് എന്തിന് കാരണമാകുന്നു? കോസ് മെൻ്റൽ മെക്കാനിസം, മാനസികപരമായിട്ടുള്ള ആ ഒരു മെക്കാനിസത്തിനെ അബ്നോർമലായിട്ട് പ്രതികരിക്കുന്ന രീതിയിലേക്ക് അത് മാറുന്നു. ദ റിസ്ക്സ് ആർ ഗ്രേറ്റ് ഫോർ ദ പെർസിസ്റ്റൻറ്റ് യൂസർ. ഈ റിസ്ക് ഗ്രേറ്റ് ഫോർ ദ പെർസിസ്റ്റൻറ്റ് യൂസേഴ്സിൽ വളരെ വലിയൊരു ആഘാതം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇൻ പെർട്ടിക്കുലർ ദർ ഇസ് ദ danger that he will do himself to a great deal of harm before the warning symptoms occur. അതുകൊണ്ടാണ് ഇൻ പെർട്ടിക്കുലർ ദർ ഇസ് എ ഡേഞ്ചർ ദാറ്റ് ഹി വിൽ ഡു ഹിംസെൽഫ് എ ഗ്രേറ്റ് ഡീൽ ഹാംഫുൾ ബിഫോർ വാർണിംഗ് സിംറ്റംസ് ഒക്കർ. അതുകൊണ്ടാണ് ഏതൊരു ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊന്നിൻ്റെ മുകളിലും എന്തുണ്ടായിരിക്കും, വാർണിംഗ് സിംറ്റംസ് ഉണ്ടായിരിക്കും അല്ലേ. ഒരു വാർണിംഗ്, ഇപ്പോൾ നമ്മളെ സിഗരറ്റ് ആണെന്നുണ്ടെങ്കിൽ തന്നെ അതിന് മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും ഡേഞ്ചർ, ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്, ആരോഗ്യത്തിന് ഹാനികരം. മദ്യത്തിൻ്റെ ആണെങ്കിലും അതുപോലെ മയക്കുമരുന്നിൻ്റെ ആണെങ്കിലും എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ മുമ്പിൽ എന്ത് കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ വാർണിംഗ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരിക്കും. ദെൻ ഡ്രഗ് റിലേറ്റഡ് ഹെൽത്ത് ഡിസോർഡേഴ്സ് ആർ മെനി ആൻഡ് വാരിഡ്. ഇനി ഡ്രഗുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉണ്ട്.
And dirty needles and solutions used for injecting drugs can cause abscesses in the arms and veins, liver disease and venereal disease and infection of the kidneys and brain. അപ്പോൾ ഈ ഡേർട്ടി നീഡിൽസ്, അതായത് ഒരാളിൽ കുത്തി വെച്ചിട്ട് കഴിഞ്ഞ് ആ നീഡിൽ തന്നെ എന്ത് ചെയ്യും, ക്ലീൻ ചെയ്യാതെ അല്ലെങ്കിൽ ഈ ഒഴിവാക്കാതെ ആ നീഡിൽ ഉപയോഗിച്ചിട്ട് തന്നെ വേറൊരാളിൽ എന്ത് ചെയ്യും, കുത്തിവെക്കും. അപ്പോൾ അതിലൂടെ വേറെ ഒരുപാട് അസുഖങ്ങൾ എന്ത് ചെയ്യും, നമ്മളിലേക്ക് കടക്കും. ഇൻജെക്റ്റിംഗ് ഡ്രഗ്സ് ക്യാൻ കോസ് അബ്സസ് ഇൻ ദ ആംസ് ആൻഡ് വെയിൻസ്. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ വെയിനിലേക്ക് ആണ് എന്ത് ചെയ്യുക, മരുന്ന് കയറിപ്പോവുക. അപ്പോൾ അത് എന്തെങ്കിലും കാരണമാകും. ലിവർ ഡിസീസ്, കരൾ രോഗം, ആൻഡ് വെനീറിയൽ ഡിസീസ് ആൻഡ് ഇൻഫെക്ഷൻ ഓഫ് ദ കിഡ്നീസ് ആൻഡ് ബ്രെയിനും കിഡ്നിയിലൊക്കെ ഇൻഫെക്ഷൻ വരാൻ, അതുപോലെ വെനീറിയൽ ഡിസീസ് വയറുമായി സംബന്ധമായിട്ടുള്ള വെയിനുമായി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ കാരണമാവും. സ്നിഫിങ് കൊക്കെയിൻ. ഇനി കൊക്കെയിൻ എന്ന് പറയുന്ന ആ ഒരു പൊടി അത് സ്നിഫ് ചെയ്യുന്നതിലൂടെ ആൻഡ് ആംഫിറ്റമിൻസ് ക്യാൻ ഡാമേജ്. എന്തിന് കാരണമാവും? ആംഫിറ്റമിൻസിൻ്റെ ഡാമേജിന് കാരണമാകും. ദാറ്റ് ടിഷ്യൂ ഓഫ് ദ നോസ്. മൂക്കിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ കൊക്കെയിൻ എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുക, വലിക്കുന്നത്. അപ്പോൾ അത് മൂക്കിലെ ടിഷ്യൂസിൻ്റെ ഒക്കെ നാശത്തിന് കാരണമാകും. ആൻഡ് മരിജ്വാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവാണ്. മരിജ്വാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവിലൂടെ, അതുപോലെ കഞ്ചാവ് ആൻഡ് ടൊബാക്കോ സ്മോക്കിംഗ് നമുക്കറിയുന്നതാണ്, പുകവലി അല്ലേ, ക്യാൻ കോസ് ലങ് ഡിസീസസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റിൽ നമ്മൾ വെയിനിലേക്ക് കുത്തിവെക്കുന്ന ഡ്രഗിലൂടെ എന്ത് സംഭവിക്കുന്നു, ലിവർ ഡിസീസ്, വെനീറിയൽ ഡിസീസ് ആൻഡ് അതുപോലെ ഇൻഫെക്ഷൻ ഓഫ് ദ കിഡ്നീസ് ആൻഡ് ബ്രെയിൻ, സ്നിഫിങ്, കൊക്കെയിൻ ആൻഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ അതുപോലെ പിന്നെ ആംഫിറ്റമിൻസും കൊക്കെയിനും ആംഫിറ്റമിൻസും എന്ത് ചെയ്യുന്നു, മൂക്കിലെ ടിഷ്യൂസിനെ നശിപ്പിക്കുന്നു. മരിജ്വാന ആൻഡ് ടൊബാക്കോ സ്മോക്കിംഗ് ക്യാൻ കോസ് ലങ് ഡിസീസസ്. ലങ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് കാരണമാകുമെന്ത്, മരിജ്വാനയും അതുപോലെ ടൊബാക്കോ സ്മോക്കിങ്ങും. കഞ്ചാവ് വലിക്കുന്നതും ടൊബാക്കോ സ്മോക്കിങ്ങും നമ്മുടെ ലങ്സിനെയാണ് ബാധിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് heavy users of alcohol and volatile solvents and amphetamines or marijuana may find that their livers are permanently damaged. അതുപോലെ ഹെവി യൂസ്, അതായത് ഇത് സാധാരണ ചെറിയൊരു യൂസ് നടക്കുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെയൊക്കെ ഹെവി യൂസ്, അതായത് കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ആൽക്കഹോള്, വോളറ്റൈൽ സോൾവൻസ് ആൻഡ് ആംഫിറ്റമിൻസ്, മരിജ്വാന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ ഫൈൻഡ് ദാറ്റ് ദെയർ ലിവേഴ്സ് ആർ പെർമനൻ്റ്ലി ഡാമേജ്. അവരുടെ ലിവർ എന്ത് ചെയ്യും, പെർമനൻ്റ് ആയിട്ട് പൂർണ്ണമായിട്ടും ഡാമേജ് ആവും. ദെൻ ബേബീസ് ഓഫ് വിമൻ അഡിക്റ്റഡ് ടു opiates are likely to born addicted and to suffer from withdrawal symptoms. ഇനി സ്ത്രീകൾ ഇതുപോലെ മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള സ്ത്രീകളിൽ ജനിക്കുന്ന കുട്ടികൾ എങ്ങനെയായിരിക്കും, അവർ ചെറുപ്പം മുതലേ എന്താണ് ഇതിനോടൊക്കെ അഡിക്റ്റ് ആയിരിക്കും. ഓക്കെ, അഡിക്റ്റഡ് ആൻഡ് ടു സഫർ ഫ്രം വിത്ഡ്രോവൽ സിംറ്റംസ്. ദെൻ കൊക്കെയിൻ ആൻഡ് ആംഫിറ്റമിൻസ് ക്യാൻ കോസ് ഹെയർ ടു ഫോൾ ഔട്ട്. പിന്നെ കൊക്കെയിൻ്റെയും ആംഫിറ്റമിൻ്റെയും ഉപയോഗം മൂലം മുടി കൊഴിച്ചിലിന് കാരണമാകുന്നു. റീസെൻറ്റ് റിസർച്ച് ഹാസ് ഇൻഡിക്കേറ്റഡ് ദാറ്റ് മരിജ്വാന ക്യാൻ ഡാമേജ് സെൽ. ഇവ പുതുതായിട്ട് വന്നിട്ടുള്ള റിസർച്ചിൻ്റെ ഫലമായിട്ട് മരിജ്വാന യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ കോശങ്ങളെ വരെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് മരിജ്വാനക്ക് എന്നാണ് പറയുന്നത്. മരിജ്വാന നമ്മൾ പറഞ്ഞു കഞ്ചാവ്. എ ഡ്രഗ് യൂസേഴ്സ് വേ ഓഫ് ലൈഫ് മേക്സ് ഹിം മോർ സസെപ്റ്റിബിൾ ടു ന്യൂമോണിയ. പിന്നെ ഈ ഡ്രഗ് യൂസേഴ്സിൻ്റെ ലൈഫ് അവരെ എന്തിലേക്ക് നയിക്കും, ന്യൂമോണിയ, ട്യൂബർകുലോസിസ്, മാൽന്യൂട്രീഷൻ ആൻഡ് വെയിറ്റ് ലോസ് ഇത്തരം കാര്യങ്ങളിലേക്ക് നയിക്കും. ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതുപോലെ ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞാൽ TB ക്ഷയം, മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഷകാഹാരക്കുറവ്, ആൻഡ് വെയിറ്റ് ലോസസ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയുക, ഇത്തരം രോഗങ്ങളിലേക്ക് ഇത് നയിക്കും. ഫൈനലി അവസാനം, ആൻ ഓവർഡോസ് ഓഫ് എനി ഓഫ് ദ സെൻഷ്യൽ ഡ്രഗ്സ് ക്യാൻ ലീഡ് ടു റെസ്പിറേറ്ററി ഓർ കാർഡിയാക് ഫെയിലിയർ. ഇനി ഇതിൻ്റെ ഈ ഓവർഡോസ് മൂലം, അതായത് ഇതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു, പിന്നെ അത് കൂടി ഇതിൻ്റെ ഓവർഡോസിലെത്തുമ്പോൾ
നമ്മൾ സെൻഷ്യൽ ഡ്രഗ്സിൻ്റെ ഉപയോഗം എന്തിലേക്ക് ലീഡ് ടു റെസ്പിറേറ്ററി ഓർ കാർഡിയാക് ഫെയിലിയർ. റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ കാർഡിയാക്ക് സിസ്റ്റമൊക്കെ ഫെയിലിയർ ആവാൻ പരാജയപ്പെടാൻ കാരണമാകുന്നു. ഇത് എന്തിലേക്ക് നയിക്കും? ഇറ്റ് ലീഡ് ടു ഡെത്ത്. അവസാനം അത് മരണത്തിലേക്ക് കാരണമാകും. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും അവസാനം എന്ന് പറയുന്നത് ഡെത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഒരു കാര്യവും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. എല്ലാം നന്നായിട്ട് വായിക്കുക. എന്ന് വായിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു കറൻറ്റ് അഫെയർ ആണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന, ഇന്നും നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളിയാണ് ഡ്രഗ് അബ്യൂസസിൻ്റെ ഡേഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വായിച്ച് വിട്ടുതരാൻ പറഞ്ഞതിൽ 2-3 കുട്ടികൾ മാത്രമാണ് എനിക്ക് വോയിസ് റെക്കോർഡ് ചെയ്ത് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കേൾക്കുക, വർക്കുകൾ ചെയ്യുക, ടീച്ചേഴ്സ് പറയുന്നത് പോലെ കാര്യങ്ങൾ നടത്തുക. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.